നമസ്കാരം, ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഈ ചൂട് കാലത്ത് പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. ഇത് വാട്ടർമെലോൺ ഗ്രനീറ്റ. ഇത് നമ്മൾ ആകെ 2-3 ഇൻഗ്രീഡിയൻസാണ് വേണ്ടു. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന ഒരു വിഭവമാണ്. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത്, ഞാൻ ഒരു തണ്ണിമത്തങ്ങ മുഴുവനും എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തണ്ണിമത്തങ്ങയായിരുന്നു. അതിൻ്റെ കുരു കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചേക്കുന്നതാണിത്. 2 ചെറുനാരങ്ങയുടെ നീര് വേണം. അതുപോലെ 1/4 കപ്പ് പഞ്ചസാര വേണം. പിന്നെ റോസ് എസൻസ് വേണം, ഒരു 1/2 ടീസ്പൂൺ. ഇങ്ങനെ 4 ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ഈ വാട്ടർമെലോൺ ഗ്രനീറ്റ തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ബൗളിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്തു. അതുപോലെ തന്നെ 2 നാരങ്ങ നീരും ചേർക്കുവാണ്. ഇനി നമുക്ക് ഈ തണ്ണിമത്തങ്ങ ചേർത്ത് മുഴുവനും അരച്ചെടുക്കണം. തണ്ണിമത്തങ്ങ നമുക്ക് ഒറ്റ പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പം 2 പ്രാവശ്യമായിട്ടൊക്കെ നമുക്ക് അടിച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ റോസ് എസൻസ് കൂടി ചേർക്കണം. ഇത് തണ്ണിമത്തങ്ങയുടെ റോസ് എസൻസിൻ്റെ കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് രണ്ടും കൂടി നന്നായിട്ട് മാച്ച് ചെയ്യുന്നൊരു ടേസ്റ്റാണ്. തണ്ണിമത്തങ്ങയുടെ സോഫ്റ്റ് ഫ്ലഷ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടും. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ അരച്ചത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഈ വാട്ടർമെലോൺ ഗ്രനീറ്റ തയ്യാറാക്കുമ്പം നമ്മൾ നന്നായിട്ട് അരഞ്ഞാലും അരിക്കണം കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഒട്ടും അതിൻ്റെ പൾപ്പൊന്നും ഉണ്ടാകരുത്. ഇനി നമ്മുടെ ഈ വാട്ടർമെലോൺ ഗ്രനീറ്റ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1/4 കപ്പ് പഞ്ചസാരയും തണ്ണിമത്തങ്ങയും നാരങ്ങ നീരും റോസ് എസൻസും കൂടി നമ്മൾ നന്നായിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജ്യൂസ് നമ്മളൊരു കനം കുറഞ്ഞ ഒരു പാനിൽ ഒഴിച്ച് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. 1-2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഐസി ഫ്ലേക്സാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിങ്ങനെ വീണ്ടും ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ടൊന്ന് ചിരണ്ടി കൊടുക്കണം, സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ഒരു ഗ്ലാസ് ബൗളിലൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് ഐസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഫ്രീസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കനം കുറഞ്ഞ അധികം ഡെപ്ത് ഇല്ലാത്ത പാനിൽ വെച്ച് ഫ്രീസ് ചെയ്യുന്നത്. നമുക്കിനി ഇത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇത് കണ്ടോ, ഐസ് സെറ്റായിട്ടുണ്ട്. നമ്മളിതിങ്ങനെ ഫോർക്ക് വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിന്ന് തയ്യാറാക്കിയത് വാട്ടർമെലോൺ ഗ്രനീറ്റയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. പക്ഷേ ഈ ചൂട് കാലത്ത് നല്ല തണുത്ത വാട്ടർമെലോൺ ഗ്രനീറ്റ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. ഇത് നമുക്കൊരു ഡെസേർട്ടായിട്ടൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം.